നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് അവരുടെ നൈറ്റ് തോട്ട്സ്, നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഉള്ളിലെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണ്, ഒരു നഷ്ടബോധമാണോ അതോ റിലേഷനിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണോ നല്ലത്, നിങ്ങൾക്കിടയിലൊരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിൽ അവരെത്ര റിഗ്രറ്റ് അനുഭവിക്കുന്നുണ്ടോ, കുറ്റബോധപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവർക്ക് കുറ്റബോധമാണോ അതോ ഒരു നോർമൽ മട്ടിലാണോ പോകുന്നതെന്നാണ്. അപ്പം നിങ്ങളിത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ്സ് കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് റെസണേറ്റ് ആയിട്ടൊരു റീഡിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം. ജനറൽ റീഡിങ്സ് ആണ്, അതുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു റീഡിങ്സ് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾ ജനറൽ റീഡിങ്സിനെ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിച്ചിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 2 ദിവസം റീഡിങ്സ് എടുക്കാണ്ടിരുന്ന ഒരുപാട് മെസ്സേജ് വന്നു. ജോലി സംബന്ധമായ തിരക്കും പിന്നെ അതിനോടനുസരിച്ച് ഹെൽത്ത് ഇഷ്യൂ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ടാണ് കേട്ടോ. എന്നും നിങ്ങൾക്കിടെ അടുത്ത് വരണം, നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് നമ്മളുടെ ജോലി കുറച്ച് സ്ട്രെസ് ഉള്ളതായതുകൊണ്ട് അതനുസരിച്ച് ഇടയ്ക്കൊന്ന് ബ്ലോക്ക് ആവുന്നതാണ് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അപ്പോൾ അവരുടെ നൈറ്റ് തോട്ട്സ് എന്താണ്, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവർക്ക് എന്താണ് അവരുടെ ഉള്ളിലൂടെ ആ ഒരു ഇമോഷണലി കടന്നു പോകുന്ന ഫീലിങ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദ മജീഷ്യൻ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നൈറ്റ് തോട്ട്സ് മീൻസ് അവർ ഒരു തുടക്കം ആഗ്രഹിക്കുന്നു. ഒരു മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ, അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ വളരെ നിഗൂഢമായിട്ട് വളരെ രഹസ്യമായിട്ട് അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ വളരെയധികം ഈഗോ എനർജിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലേക്ക് നോക്കുമ്പം ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി, അതായത് ഒരിക്കലും മറ്റുള്ളവർക്ക് മുമ്പിൽ തൻ്റെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കരുത്. അത് ആരുടെ മുന്നിൽ, ഒരു സൗഹൃദ വലയത്തിൽ പോലും ആ വ്യക്തിയുടെ ഇമോഷൻസിനെ പുറത്തേക്ക് കാണിക്കാതെ ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വിൽ പവർ എനർജിയുള്ള പേഴ്സണാണ്. അത് മസ്കുലൻ ആയിക്കോട്ടെ ഫെമിനിയൻ ആയിക്കോട്ടെ. ആരുടെയും മുമ്പിൽ കരയുക, ആരുടെയും മുമ്പിൽ അമിതമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ആരുടെയും മുമ്പിൽ തൻ്റെ വികാരങ്ങളെ, തൻ്റെ ഉള്ളിലുള്ള കുറച്ച് ദുഃഖങ്ങളെ ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. അതങ്ങനെ ചെയ്യില്ലാത്ത വളരെയധികം പവർഫുൾ സോൾ എനർജിയുള്ള പേഴ്സണെയാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് ഈ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് എന്തായാലും കേട്ടോ. നമുക്കിവിടെ പറയാൻ പറ്റുന്നത് വളരെ ബ്ലെസ്സിങ്സ് ആയിട്ട് എല്ലാത്തിനെയും കാണുന്നുണ്ട്. ഒരു കുറ്റം ചെയ്യുന്ന വ്യക്തിയെ പോലും ഇവർ പോസിറ്റീവായിട്ട് പറയുള്ളൂ. അതായത് മറ്റുള്ളവരെ മോശമാക്കി ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്നൊരു ക്യാരക്ടറല്ല. ഇവർക്ക് എന്താണോ എക്സ്പീരിയൻസ് അത് വെച്ച് ഇവർ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുകയേ ഉള്ളൂ. ഇവരോട് മോശമായിട്ട് പെരുമാറിയാൽ ഈ ലോകം മുഴുവൻ നല്ലതാണെന്ന് പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ ടൈപ്പ് എനർജിയാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ കാണുന്നത്. സെൽഫിഷ് മെൻറ്റാലിറ്റി, അതായത് സ്വന്തം തീരുമാനങ്ങൾക്കൊത്ത് സ്വന്തം ഇഷ്ടങ്ങൾക്കൊത്ത് സ്വയം എന്താണോ ശരിയെന്ന് തോന്നുന്നത്, ചുറ്റും നിന്ന് 100 കണക്കിന് ആളുകൾ അത് തെറ്റാന്ന് പറഞ്ഞാലും ഈ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പം അത് ശരിയാണെന്ന് ആ വ്യക്തിയുടെ മൈൻഡ് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരടി പോലും മാറാത്തൊരു പേഴ്സണാലിറ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസിനെ ഈ വ്യക്തി എല്ലാ സമയവും ഹൈഡ് ചെയ്തിരുന്നു. അതായത് നിങ്ങളോട് ഒന്നും ഈ വ്യക്തിയുടെ ഒരു എനർജികളും പൂർണ്ണമായിട്ടും പുറത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ മുന്നിൽ യാതൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ റിലേഷനിലോ നിങ്ങളോടോ ഈ വ്യക്തി കാണിച്ചിട്ടില്ലെങ്കിലും
ഈ വ്യക്തി വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഈ പേഴ്സൺ വളരെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. മാത്രമല്ല ഇവർക്കൊരു ഇൻറ്റ്യൂഷൻ പവർ ഉണ്ട്, ഒരു മാനിഫെസ്റ്റിംഗ് പവർ എനർജി ഉള്ള പേഴ്സൺ ആണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യത്തെ ഇവരിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇവർക്ക് ജന്മനാലെ കിട്ടിയ ഒരു കഴിവെന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ എനർജിയിൽ. പെട്ടെന്ന് ഇവർ ആഗ്രഹിക്കുന്ന കാര്യം ഇവരിലേക്ക് അട്രാക്റ്റഡ് ആകും, ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവരിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളൊരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷനിൽ ഒരു സെലിബ്രേഷൻ, മാര്യേജൊക്കെ കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ, അതല്ല ഒരു വിവാഹം പോലുള്ള എനർജിയിലേക്കൊക്കെ കടന്നു പോകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ് എങ്കിൽ വളരെ ശക്തമായിട്ട് നല്ല ഒരു രണ്ട് പാർട്ട്നേഴ്സിനെ പോലെ, രണ്ട് എന്താ പറയുക, ഇണക്കുരുവികളെ പോലെ നിങ്ങൾ കണക്റ്റ് ചെയ്ത് കടന്നു പോയിട്ടുള്ള നല്ലൊരു സമയം, നല്ലൊരു കാലം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെല്ലാം അവർ കറൻറ്റ്ലി ചിന്തിക്കുന്നുണ്ട്. നൈറ്റ് തോട്ട്സ് എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്കതെല്ലാം വളരെ ശക്തമായിട്ട് അവർ ചിന്തിച്ചെടുക്കുന്നുണ്ട്. അതായത് അവർ മറക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർക്കുടെ ലൈഫിലേക്ക് അത് ഓർമ്മയായിട്ട് വരുന്നതല്ല, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഓരോ കാര്യങ്ങളും, ഒരു പക്ഷേ നിങ്ങളോട് നെഗറ്റീവായിട്ട് ആ വ്യക്തി ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൊട്ടെല്ലാം ഈ ഒരു പേഴ്സൺ ഓട്ടോമാറ്റിക്കലി അത് ചിന്തിക്കണം, അറിഞ്ഞ് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു പേഴ്സൺ വളരെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഏത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് നല്ല ജലസി ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങളോട് ദേഷ്യവും അസൂയയും എല്ലാം ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നത് ഈ പേഴ്സണ് ചിന്തിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. വളരെ നല്ല ഒരു എനർജി ഉണ്ട് എന്ന് നമ്മൾ ഈ ഒരു ബന്ധത്തിൽ കണ്ടാലും അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സ് ഒന്നും ഈ ഒരു പേഴ്സണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളോടൊരു വൈരാഗ്യം ത്തിൻ്റെ പ്രസൻസ് കൂടി ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അവർ ചെറിയ രീതിയിലൊക്കെ കർമ്മ ടൈമിലാണ് നിൽക്കുന്നത്, ചെറിയ രീതിയിലൊക്കെ അവർക്ക് തിരിച്ചടികൾ ലഭിക്കുന്നുണ്ട്, കുറ്റബോധമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലും ഇടയ്ക്കൊന്ന് അവർ സ്റ്റക്കായി പോകുന്നുണ്ട്. കംഫർട്ട് സോണിലാണ്, അവർക്ക് വലിയ തട്ടുകേടൊന്നുമില്ല, അവരെല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്നുള്ള ഒരു പുറംപൂച്ചൊക്കെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നതെങ്കിലും അവരുടെ ഉള്ളുകൊണ്ട് അവർക്ക് എപ്പോഴും വല്ലാതെ ഒരു പരിഭ്രമമുണ്ട്. വരാൻ പോകുന്നതിനെക്കുറിച്ചാവാം, ചെയ്തു കൂട്ടിയതിനെക്കുറിച്ചാവാം, പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷനിൽ ശക്തമായിട്ട് ഒരു പക്ഷേ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം, മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഇവർ ചൂസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒരു ബന്ധനത്തിലാക്കുന്നുണ്ട്, ബ്ലോക്കാക്കി നിർത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സ്തംഭന അവസ്ഥയുണ്ട്. ഈ ഒരു എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി ഇവർക്ക് വരാനുള്ള കാരണം, അതായത് ഇവർക്കൊരു സ്റ്റക്നെസ് വരാനുള്ള കാരണം, അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ ഒരു കുറ്റബോധവും അവർ കംഫർട്ട് സോണിൽ നിൽക്കുന്ന പോലെ അഭിനയിക്കേണ്ടി വരുന്ന അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് അവർക്ക് കാണിച്ചു കൂട്ടേണ്ടി വരുന്നതെല്ലാം പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം ആവശ്യമുള്ള സമയത്ത് ആക്ഷൻ എടുക്കാതെ, നമ്മൾ പറയേണ്ട സമയത്ത് വാ തുറന്ന് കാര്യം പറയാതിരുന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടോ അന്നത് പറയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബ്ലൈൻഡ് എനർജി ഉണ്ടല്ലോ, ഒരു നിസ്സഹായത അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ്, ആ ഒരു അവസ്ഥയാണ് ഇവരിൽ ഈ ഒരു സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നത്. അതായത് സമയത്തിന് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോയി എന്നുള്ളതാണ് ഇതിനെല്ലാം കാരണം. ഇപ്പം കാലം ഇവർക്ക് കണക്റ്റഡായി വരുമ്പം, കാലം അനുകൂലമായിട്ട് വരുമ്പം ഇവരുടെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് പാസ്റ്റിൽ എന്തിന് സ്റ്റക്കായി പോയി, അന്ന് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആക്കി തീർത്തു, അതിനകത്ത് നല്ലൊരു പോസിറ്റീവായൊരു സിറ്റുവേഷൻസുകൾ ഒരുപാട് വന്നിട്ട്, അവസരങ്ങൾ വന്നിട്ട് എന്തുകൊണ്ട് എനിക്കത് ചെയ്യാതെ പോയി, ഇതൊരു വിധിയായിരുന്നോ, ഇപ്പോൾ ഈ നിൽക്കുന്ന സിറ്റുവേഷൻസ് എൻ്റെ വിധിയാണോ, ഈ ഒരു വല്ലാതെ ഒരു ട്രാജഡി എനർജിയിൽ അല്ലെങ്കിൽ വല്ലാതെ ഒരു സ്ട്രെസ് എനർജിയിൽ ഞാൻ നിൽക്കേണ്ടി വരുന്നത് എൻ്റെ വിധിയാണോ എന്നൊക്കെ ഇങ്ങനെ സ്വയം ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്, ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതായത്
നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് പേഴ്സൺ നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങളുടെ ബന്ധത്തിലേക്കോ നിങ്ങൾക്കോ വേണ്ടിയിട്ട് ഒരു എഫോർട്ടും എടുക്കാത്തതിൽ, അവസരം കിട്ടിയിട്ടും അവസരങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ അന്ന് മട്ടിൽ നിന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എല്ലാം വല്ലാത്ത ദുഃഖം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്, നിങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോഴും ഇപ്പോഴും ഇടയ്ക്കൊരു കൺഫ്യൂഷൻ കയറി വരുന്നുണ്ട്. ഈ ഒരു 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഇതാണോ നല്ലത്, മറ്റു സിറ്റുവേഷൻസുകളാണോ നല്ലത്, അതായത് ഒരു തേർഡ് പാർട്ടി എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. അതാണോ നല്ലത്, ഏതിൽ ചെന്നാലാണ് ഒരു സക്സസ് വരിക, ഏതാണ് ശരിക്കും ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്നത്, എവിടെയാണ് എനിക്ക് പൂർണ്ണ സംതൃപ്തിയായിട്ട് നിൽക്കാൻ പറ്റുക എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജി ഇടയ്ക്ക് വന്ന് കയറുന്നുണ്ട്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ചിലരിൽ തേർഡ് പാർട്ടി പ്രസൻസ് എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ് കേട്ടോ. കുടുംബക്കാരോട് തോന്നിക്കുന്ന സ്നേഹവും ഇഷ്ടവും ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ്. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നിലധികം പ്രശ്നങ്ങളെയും ഫാമിലീനെയും ഭയപ്പെടുന്നൊരു സിറ്റുവേഷൻസാണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ചിലതിൽ ഫാമിലി എനർജിയാണ്, ചിലതിൽ തേർഡ് പേഴ്സൻ്റെ എനർജിയുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട്. സിറ്റുവേഷൻസ് ആയിട്ട് തേർഡ് പാർട്ടി എനർജിയുടെ പ്രസൻസ് നിൽക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ അത് ഈ വ്യക്തിക്ക് തലക്കീഴായി, അതായത് ഈ വ്യക്തിക്ക് ദോഷകരമായിട്ട് വരുമോ എന്നുള്ളൊരു ഭയത്തെയാണ് കാണിക്കുന്നത്. 6 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങൾ ചീറ്റിംഗ് ചെയ്തതുകൊണ്ട്, ആ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് ഓവർകം ചെയ്തോ, നിങ്ങൾ പുറത്ത് കടന്നോ, എസ്കേപ്പിംഗ് ആയോ എന്നുള്ള ഒരു ചിന്ത അവരെ പിടിച്ച് ഉലയ്ക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇമോഷണലി അവർക്ക് നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെൻറ്റ്, കണക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് ഫീൽ ചെയ്യുമ്പോഴും ഇമോഷണലി ഇമോഷൻസിനെ മാറ്റി വെച്ച് ഒരു എലോൺ എനർജിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇമോഷൻസിന്, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു വികാരങ്ങളെയും പ്രകടിപ്പിക്കാത്ത വിധം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു പേഴ്സൻ്റേത്. അപ്പം ആ ഒരു ക്യാരക്ടർ, ആ ഒരു വ്യക്തി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉള്ളിൽ നിറച്ച് സ്നേഹം, നിങ്ങളെ നഷ്ടപ്പെട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ എന്നുള്ളൊരു ചിന്ത, നിങ്ങൾ ഈ വ്യക്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്കൊരു സമാധാനമാണ്. നിങ്ങളുടെ എനർജി ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തിക്കൊരു ഉത്സാഹമാണ് ലൈഫിൽ മുന്നോട്ട് പോകാൻ. അപ്പോൾ അതെല്ലാം ബ്ലോക്ക് ആയോ എന്നുള്ളൊരു ചിന്ത, ഇതൊക്കെ വളരെ ശക്തമായിട്ട് ആ വ്യക്തിനെ ബാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ എനർജി ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സിംഗിൾ എനർജിയിലുള്ളവർക്ക് മാര്യേജ് സംബന്ധമായിട്ട് ഇവർ പറഞ്ഞതാണെങ്കിൽ അവിടെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതിനകത്തൊരു ഉറച്ച തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നില്ല നൈറ്റ് തോട്ട്സിലേക്ക് നോക്കുമ്പം. പിന്നെ ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. നിങ്ങളോട് ഭയങ്കരമായ അഡിക്ഷൻ ഫീലിങ്സ് ഉണ്ട്. വളരെ അട്രാക്ഷൻ തോന്നുന്നുണ്ട്, നിങ്ങളോട് ആഴത്തിൽ അഡിക്ഷൻ തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അഡിക്ഷൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു ഹാപ്പി ഫാമിലി, ഒരു സന്തോഷകരമാകുന്ന സിറ്റുവേഷൻസ് ആക്കണം എന്നീ വ്യക്തി ആഗ്രഹിക്കുമ്പോഴും ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ്, നിങ്ങളുടെ റിലേഷനിൽ ഒരു പവർ ലോസിങ് വരുന്ന വിധം ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ സമയത്തിൻ്റേതാവാം, ആ വ്യക്തിയുടെ സമയത്തിൻ്റേതാവാം. ഈ ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിക്കൊണ്ട് ിരിക്കുന്നത് അത് ഈ ഒരു പേഴ്സണെ കൺഫ്യൂസ്ഡ് ആക്കിയാണ്. എന്ത് ചെയ്യണം, ഇത് മുന്നോട്ടേക്ക് എടുത്താൽ, അല്ലെങ്കിൽ ഇതൊരു ഹാപ്പി ഫാമിലി, ഒരു സന്തോഷം നിറഞ്ഞ, അതായത് ഒരു സമ്പൂർണ്ണമാകുന്ന പോസിറ്റീവായൊരു ബന്ധമാക്കണം, അതല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ നിന്നും പുറത്ത് കടക്കുക. കാരണം ഒരു അഡിക്ഷൻ എനർജിയിൽ വെറുതെ മിസ്യൂസിങ് ചെയ്യുന്ന, ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക, പിന്നെ ഉപേക്ഷിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു റിലേഷനെ കൊണ്ടുപോകണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ്. അതായത് ന്യായം വേണം, നീതിപൂർവം വേണം ഒരു കാര്യം ഈ റിലേഷനിൽ നടത്താൻ, അല്ലെങ്കിൽ നടക്കാനെന്നുള്ളൊരാഗ്രഹം അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ട്. എന്താണേലും ഒരു ഗ്രോത്ത്, ഒരു പോസിറ്റിവിറ്റി, ഒരു റീയൂണിയൻ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മെച്യൂരിറ്റി അവരുടെ മനസ്സുകൊണ്ട് അവർ കാണിക്കുന്നുണ്ട്. കുറച്ച് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ചിലരെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ അബണ്ടൻസ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ചിലരിലേക്ക് നോക്കുമ്പം അതുപോലെ ഒരുപാട് കുറ്റബോധവും ഉണ്ട് കേട്ടോ. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും, കൈവിട്ട് കളഞ്ഞ സമയത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും
നോക്കുമ്പോഴും അതുപോലെ തന്നെ ആക്ഷൻ എടുക്കാതെ പോയ നിങ്ങളോട് മറ്റ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വാല്യൂ നൽകാതെ പോയ സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴുമൊക്കെ കുറ്റബോധമുണ്ട്, വല്ലാതൊരു കുറ്റബോധമുണ്ട്. പേടിയായിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില എന്താ പറയുക ലോസ് എനർജിയുടെ ഫലമായിട്ടോ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നിൽ ബൗണ്ടറി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിടയിൽ ബൗണ്ടറി തീർത്ത് നിന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുമെല്ലാം ഇപ്പോൾ കുറ്റബോധത്തോടു കൂടിയാണ് ചിന്തിച്ചത്. നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഈ വ്യക്തിയാണ് ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കർമ്മ ഹീലിംഗ് ആണിപ്പം. അവർ ശരിക്കും അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു. ഏകദേശം നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും തകർത്ത് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് വീണുപോയ നിമിഷങ്ങളുണ്ട് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ. വിശ്വസിച്ചിരുന്ന ഒരുപാട് പേരിൽ നിന്നും ചീറ്റിങ്ങും ലഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അപ്പം ഇനി ഒരു ബുദ്ധിപൂർവ്വം കുറച്ചൊരു പവർഫുള്ളായിട്ട് ചിന്തിക്കണം, കുറച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം എന്ന് തന്നെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചൊരു സ്പിരിച്വൽ എനർജിയിലൂടെ മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയിലാണ് കറൻ്റ്ലി ഒരു പേഴ്സൺ നിൽക്കുന്നത്. പിന്നെ ഇമോഷണലിയൊക്കെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിച്ചു തുടങ്ങി. കുറച്ച് ക്ഷമയൊക്കെ ഈ വ്യക്തിയിൽ കണക്റ്റഡായി തുടങ്ങി. നിങ്ങളെക്കുറിച്ച് കുറച്ച് പോസിറ്റീവായിട്ട്, കാരണം ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങളോട് വളരെ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച, നിങ്ങൾക്ക് യാതൊരു വാല്യൂവും പരിഗണനയും നൽകാതിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം ഇമോഷണലി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പം ആ വ്യക്തിക്ക് തന്നെ പോസിറ്റീവാകുന്ന ഒരു ഇമോഷണൽ ഫീലിങ്സ് കണക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ച് മൂവ് ഓൺ ചെയ്ത ബന്ധങ്ങൾ, ഈ ഒരു എനർജിയിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തികളെ വെച്ച് നോക്കുമ്പം തിരിച്ച് ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുകയാണ് കേട്ടോ. കാരണം നിങ്ങളിലേക്ക് പൂർണ്ണമായി ഫോക്കസ് ചെയ്യുകയാണ്. അതായത് ഒരു ജഡ്ജ്മെൻറ്റിങ്, ന്യായം നടപ്പിലാക്കണം, ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ സ്വയം തീരുമാനിക്കുകയാണ് ഈ ബന്ധത്തിൽ ഒരു ന്യായം വേണം, ഒരു നീതി നടപ്പിലാക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ശരിയല്ല, ഇത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ സ്വയം മനസ്സിലാക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ, പുതിയ തുടക്കമാണ്. ഇമോഷണലി കണക്റ്റഡ് ആണ്, പുതിയ തുടക്കമാണ്. പ്ലസ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ കുറച്ച് ആധികാരികമായിട്ടൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങി, അവർ പ്രവർത്തിച്ചു തുടങ്ങി. അവരവരുടെ ലൈഫിലേക്ക് കൂടുതൽ മനസ്സിലാക്കി, തെറ്റുകളും ശരികളും എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുക ചിന്തിച്ച് വേണം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ. എടുത്തുചാട്ടത്തിൽ നിന്നൊക്കെ അവരൊന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം എന്താണെങ്കിലും അവർ ചിന്തിക്കുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് വേണം. അതായത് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനെങ്കിലും പോസിറ്റീവായിട്ടൊരു ബന്ധം നിലനിർത്തണം എന്ന് തന്നെയാണ് അവർ കാണിക്കുന്നതും മനസ്സിൽ ചിന്തിക്കുന്നതും. അതുമാത്രമല്ല നിങ്ങളുടെ ഒരു അനുഗ്രഹം അവർക്ക് ലൈഫിൽ വേണം. നിങ്ങളുടെ കണ്ണുനീരോ ശാപമോ നിങ്ങൾ അനുഭവിക്കുന്ന പെയിനോ അല്ല അവരുടെ ലൈഫിൽ വേണ്ടത്. നിങ്ങളുടെ അനുഗ്രഹം തന്നെയാണ് അവർക്ക് പോസിറ്റീവെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് ഒരു ജസ്റ്റിസ് എനർജിയിലേക്ക് ന്യായപൂർവ്വം കാര്യങ്ങളെ കാണുക, പോസിറ്റീവായ കർമ്മ നടപ്പിലാക്കുക എന്നൊക്കെയുള്ളൊരു ചിന്തയും അവരിലേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളെ അവർ പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്. അവർ പാസ്റ്റിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ബ്ലോക്ക് ചെയ്ത്, ബൗണ്ടറി ഇട്ട് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് പെയിനൊക്കെ തന്ന വ്യക്തികളാണെങ്കിൽ ബ്ലോക്കൊക്കെ ഉടനെ മാറ്റും. കുറേ ആളുകളെ സംബന്ധിച്ച് ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ടാവാം. കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ബ്ലോക്ക് മാറ്റുക എന്നൊരു ചിന്തയിലാണ് അവരിപ്പോൾ കറൻ്റിൽ നിൽക്കുന്നത്. പിന്നെ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരാതെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നത് കുറച്ചും കൂടി അവർക്കൊരു ടൈം എടുക്കും കാര്യങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാൻ. കാരണം അവരുടെ തെറ്റ് തന്നെ അവർക്ക് അറിയാം, അതിൻ്റെ ഒരു ഈഗോ അവരിലുണ്ട്, അവർ ചെയ്തു കൂട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് പുറത്ത് കടക്കുക എന്നത് സാധ്യമല്ല. നല്ലൊരു ഫാമിലി മെമ്പറായിട്ട് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളെ വിട്ട് കളയണമെന്നല്ല, അവരുടെ കൂടെ എപ്പോഴും ഒരു കുടുംബാംഗത്തെ പോലെ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. എന്താണേലും കുറച്ച് സമയമെടുത്താലും
ഈ റിലേഷനിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ചാൻസ് എനർജി അല്ലെങ്കിൽ ഒരു സക്സസ് എനർജി 100% ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കിങ്ങിൻ്റെ എനർജിയാണ് സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കിങ്ങിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് വരുമ്പം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ രീതിയിലും കാര്യങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാനും വിലയിരുത്താനുമുള്ള ഒരു മാനസിക അവസ്ഥയുള്ള പേഴ്സണാണ്. അതായത് ആ വ്യക്തിയെ ഒരുപാട് നമുക്ക് ആർക്കും തകർക്കാനോ തളർത്താനോ കഴിയില്ല. മറ്റുള്ളവർ ആ വ്യക്തിക്ക് മുന്നിൽ തളരുകയും തകരുകയും ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകത്തുള്ളൂ. അവരെ സംബന്ധിച്ചൊരിക്കലും അവരെ തളർത്താൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ അവരെ സംബന്ധിച്ച് അവരുടേതാകുന്ന നീതിക്കൊത്ത് അത് മസ്കുലൻ ആയാലും ഫെമിനിയൻ ആയാലും മുന്നോട്ടേക്ക് പോരുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കിട്ടിയ നൈറ്റ് തോട്ട്സ് എനർജി കേട്ടോ.